ഇജുബോട്ടിൻ്റെ വൺ ഷോട്ട് സീരീസും PYQ സെഷൻസൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ല, കാരണം ഹിസ്റ്ററിയിൽ മാപ്പിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയതാണ്. ശരിക്കും ഇംഗ്ലീഷ് പൊതുവെ കുട്ടികൾക്ക് ഒരു ടഫുള്ള സബ്ജക്റ്റ്, പലരുടെയും മാർക്ക് കുറയ്ക്കുന്ന ഒരു സബ്ജക്ട്. ഇപ്പോൾ സയൻസ് തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. സ്കൂളിൽ സയൻസിൽ 2 കുട്ടികൾക്കും കൂടെ ഹ്യൂമാനിറ്റീസിൽ നീ മാത്രമേ. ശരിക്കും ഒരു സ്കൂളിന്റെ ഒരു 3 മാസക്കാലം സ്കൂൾ ഉണ്ടായിരിക്കില്ലെന്ന് തോന്നുന്നില്ല. സ്കൂളിന്റെ സകലകല വല്ലഭയാണ്. അതിൽ സ്റ്റേറ്റ് ഫസ്റ്റ് ആണ്. കലോത്സവത്തിൽ സ്റ്റേറ്റിൽ A ഗ്രേഡ് ഉണ്ട്. ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും എജ്യൂപോഡിലേക്ക് സ്വാഗതം. സോ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഫാത്തിമ സഫയാണ്. എജ്യൂപോഡിന്റെ കൂടെ നിന്ന് +1 ഹ്യൂമാനിറ്റീസിൽ 600 മാർക്കും വാങ്ങിയ മിടുക്കിയാണ് ഫാത്തിമ സഫ. സോ വെൽക്കം ഫാത്തിമ സഫ. ഹായ്. ഹായ്. യെസ്. അപ്പോൾ ഫാത്തിമ സഫ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ചെറുകുളം IKTHSS. IKTHSS വലിയ സ്കൂളാണല്ലോ. വലിയ സ്കൂളാണ്. ചെറുകുളം മലപ്പുറം ജില്ലയിൽ അല്ലേ, പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത്. ഫാത്തിമ സഫ നമ്മുടെ കൂടെ നിന്നിട്ട് 600 മാർക്ക് വാങ്ങിയ ആളാണ്. സോ റിസൾട്ട് വന്ന അന്ന് ആ റിസൾട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു മോളുടെ ഒരു? ഞാൻ ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ല, കാരണം ഹിസ്റ്ററിയിൽ മാപ്പിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയതാണ്. അപ്പോൾ ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇംഗ്ലീഷ് പൊതുവെ കുട്ടികൾക്ക് ഒരു ടഫുള്ള സബ്ജക്റ്റ്, പലരുടെയും മാർക്ക് കുറയ്ക്കുന്ന ഒരു സബ്ജക്ട്. ഇപ്പോൾ സയൻസ് തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. മെയിൻ അല്ലെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്റ്റും കോർ കോഴ്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും, ഇംഗ്ലീഷിലൊക്കെ എന്ത് ചെയ്യും, ചെറിയ മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇംഗ്ലീഷ് നീ ഫുൾ മാർക്ക് അത് വലിയൊരു കാര്യമാണ്. കാരണം പൊതുവെ എല്ലാവർക്കും മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷ് അടക്കം അവള് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട് എന്നുള്ളത് ഫാത്തിമ സഫയുടെ ഒരു പൊൻതൂവലാണ്. ഈ ക്ലാസ്സിലെ കുട്ടികൾ എന്താ സ്ഥിതി? ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് ബാക്കിയുള്ളവരെ കോൺടാക്ട് ചെയ്തിരുന്നു കുട്ടികളെ, ഫ്രണ്ട്സിനൊക്കെ? 597 കുട്ടികളൊക്കെ. ടീച്ചർ എന്ത് പറഞ്ഞു? ഫുൾ മാർക്ക് കിട്ടിയ സ്കൂളിൽ വേറെ ഫുൾ മാർക്ക് ഉണ്ടോ? സ്കൂളിൽ സയൻസിൽ 2 കുട്ടികൾക്കും കൂടെ. ടീച്ചേഴ്സൊക്കെ എന്താ പറഞ്ഞത് മോളോട്? ടീച്ചേഴ്സൊക്കെ എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ സ്കൂളിലെ ക്ലാസ് കുറേ മിസ്സാക്കുന്ന ആളാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും സർപ്രൈസ് ഞെട്ടിച്ച ഒരാളാണ് ഫാത്തിമ സഫ. ഞാൻ കലോത്സവം, ശാസ്ത്രമേള, അതിൽ മലയാളം കഥാരചന, പ്രസംഗം, ഉപന്യാസം, വാർത്താവായന, അങ്ങനെയുള്ള ഐറ്റംസ്. ശരിക്കും ഒരു സ്കൂളിന്റെ ഒരു 3 മാസക്കാലം സ്കൂൾ ഉണ്ടായിരിക്കില്ലെന്ന് തോന്നുന്നില്ല. അതെ, സ്കൂളിന്റെ സകലകല വല്ലഭയാണ്. അപ്പോൾ ഫാത്തിമ സഫയ്ക്ക് എജ്യൂപോഡിന്റെ ക്ലാസ് എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്, സഹായിച്ചത്? ഞാൻ ഇങ്ങനെ ക്ലാസ് മിസ്സാവുന്നതുകൊണ്ട് തന്നെ സ്വയം വീട്ടിൽ നിന്നാണ് പഠിക്കാറുള്ളത്. അപ്പോൾ അതിനൊരു റെഫറൻസ് എന്നുള്ള രീതിയിലാണ് എജ്യൂപോഡിൽ ജോയിൻ ചെയ്തത്. ജനുവരിയിലാണ് ഈ പ്രോഗ്രാമൊക്കെ കഴിയുക. അപ്പോൾ അന്ന് മുതലാണ് ക്ലാസ് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഡെയിലി പഠിക്കുന്ന ഒരാളല്ല, എക്സാം സീസൺ ആകുമ്പോൾ ഒരുമിച്ച് പഠിക്കാറ്. അപ്പോൾ എജ്യൂപോട്ടിൻ്റെ വൺ ഷോട്ട് സീരീസും PYQ സെഷൻസൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ലൈവും ഒക്കെ കാണാറുണ്ട്. അതിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ അവിടെ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ പേപ്പറിലൊക്കെ വന്നപ്പോൾ ജോയിൻ ചെയ്തത് ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. ഞാൻ സ്കൂൾ ഇയർ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ തീരെ പ്രിപ്പയർ ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്, ഈ PYQs ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് എക്സാം കുറച്ചും കൂടി ഈസി ആയത്. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും PYQൽ കണ്ട ക്വസ്റ്റ്യൻസ് അതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ചേർന്നതിൽ ഉപകാരമായി എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നു. 10th പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എജ്യൂപോർട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബാച്ചിൽ. ഫ്രണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ മാറിപ്പോയി. പേര് പറയാമല്ലോ? അഫ്നയാണ് എജ്യൂപോർട്ടിലേക്ക് എത്തിച്ചത്. റിയനെ റെക്കമെൻഡ് ചെയ്തു. അഫ്നയാണ് സഫ എജ്യൂപോർട്ടിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതൊരു നല്ലൊരു തീരുമാനമായി നമുക്ക് ഉറപ്പാണ്. ഇനി +1 ഫുൾ മാർക്ക് കിട്ടി. ഇനി +2ലും അത് തന്നെ നേടാൻ സാധിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഇപ്പം +1 നല്ല മാർക്ക് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് നോക്കാൻ എന്താ പറയാനുള്ളത്? ഞാൻ ഡെയിലി പഠിക്കുന്ന ഒരാളല്ല, എക്സാം സീസൺ ആകുമ്പോൾ ഒരുമിച്ച് പഠിക്കുന്നതാണ്. പല ആൾക്കാർക്കും ഓരോ ലെവൽ അനുസരിച്ചിട്ടാണല്ലോ. പക്ഷേ നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഉള്ള ഒരു ഭാരം ഒഴിവാക്കാൻ ഫസ്റ്റ് മുതൽ തന്നെ അന്നെടുക്കുന്നത് അന്ന് പഠിച്ചു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ എജ്യൂപോർട്ടിലൊക്കെ ഒരുപാട് ഷെഡ്യൂൾഡ് ക്ലാസ് ആയിട്ടും അത് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ പോർഷൻസ് ലൈവായിട്ട് കൊടുക്കുന്നതും PYQ സെഷൻസും ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടുപോകുമ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഫുൾ A+. ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ പല ആളുകളും പലതും പറഞ്ഞു കാണുമല്ലോ. അതെ. എന്താണ് അതിന് റിപ്ലൈ കൊടുത്തത്? എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു? സോഷ്യൽ സബ്ജക്ട്സ് ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ UPSC ഒരു ഡ്രീമാണ്. UPSC സിവിൽ സർവീസ്. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയാണ് ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ശരിക്കും സിവിൽ സർവീസ് ഭയങ്കര ആഗ്രഹമായി കൊണ്ട് നടക്കുന്ന ആളുകൾ. പലർക്കും ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ നീ അതിൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ?
ഞാൻ ഓൺലൈനായിട്ട് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, ഈ മത്സരങ്ങളുള്ളതുകൊണ്ട് തന്നെ ടൈം കുറവാണ്. അപ്പോൾ ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് ആണ് ശരിക്കും. സിവിൽ സർവീസ് ഏതാണ്, IAS ആണ്, IPS ആണ്, ഏതാണ് ആഗ്രഹം? IAS. അപ്പോൾ ഭാവിയിൽ നമുക്കൊരു ജില്ലാ കളക്ടറൊക്കെ ആയിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഫാത്തിമ സഫ ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടെന്നാണ് അതിന് ഏറ്റവും വലിയൊരു പോയിന്റ്. ഇപ്പോഴേ അവൾ അതായത് +2 കൂടെ തന്നെ അവർക്ക് സിവിൽ സർവീസ് നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ചിന്തയാണ്. ശരിക്കും നമ്മളൊരു എയിം, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം. ഒരു ആഗ്രഹം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാനുള്ള യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ യാത്രയിലുടനീളം നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ മറ്റേ ഇതിൽ ആരും ഒരു പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ ആൽക്കമിസ്റ്റ് പോലെ പറഞ്ഞൊരു ഡയലോഗാണ്. നമ്മളൊരു ആഗ്രഹത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മുടെ കൂടെ ലോകം മുഴുവൻ നിൽക്കും. അപ്പം ഫാത്തിമ സഫക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹം. അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങി. പൊതുവെ പലർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങാത്ത കാരണം ആഗ്രഹം സഫലീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഫാത്തിമ സഫ അതിനൊക്കെ മറികടന്നുകൊണ്ട് എന്തായാലും സിവിൽ സർവീസ് നേരിട്ട് നമ്മൾ ആശംസിക്കുകയാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ എജുപോണിന്റെ കൂടെ ഒന്ന് ഫുൾ മാർക്ക് വാങ്ങി, ഇനി +2 എന്ത് ചെയ്യണം, ഇതേപോലെ ഫുൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത വർഷം ഇതേപോലെ ഒരു ഇന്റർവ്യൂ കൂടി നടത്താനുള്ള ഒരു ഇതുണ്ടാവട്ടെ. അപ്പോൾ മോള് +2 എന്താണ് ഇപ്പോൾ +2 എത്തിയില്ലേ? അപ്പോൾ നമ്മൾ +1 റിസൾട്ട് വന്നു. മോള് എജുപോണിന്റെ +2 ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയോ? അതായത് ഓൾറെഡി +2 ക്ലാസ് ഫാത്തിമ സഫ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് +2 ഇതുവരെ കണ്ടത് വെച്ച് എന്താണ് ഒരു ഓവർവ്യൂ? നല്ല ക്ലാസ്സാണ്. ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങുന്നതുകൊണ്ട് സ്കൂൾ തുറക്കുമ്പോഴേക്കിന് ഫസ്റ്റ് ഒക്കെ എടുക്കുന്ന ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമുക്കൊരു ഓവർവ്യൂ ഉണ്ടാവും. പിന്നെ അതിന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് 2-3 ചാപ്റ്റർ കഴിഞ്ഞ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പൊ ചാപ്റ്ററിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട്. സ്കൂളിൽ ഒരു ടീച്ചർ പുതിയ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ തപ്പി കളിക്കുക, നമുക്ക് അതിനെ പറ്റി ഐഡിയ ഉണ്ട്. പിന്നെ പൊതുവേ നമുക്ക് +1 അധികം പഠിക്കാനുള്ള ഒന്നാണ് എന്ത് +2. ആ +2 തുടക്കം തന്നെ ഫാത്തിമ സഫ കിട്ടി. എന്താണ് ഇനി നിന്നെ റിയൽ ആരെങ്കിലും തന്നെ സജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പൊതുവെ ഇനി +2 ഇപ്പൊ നിന്റെ കൂടെ +2 പഠിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്, ഒരുപാട് കുട്ടികൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അവരോടൊക്കെ ഫാത്തിമ സഫക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നീങ്ങുക. എപ്പോഴും ഒരു ഗോൾ ഉണ്ടാവണം. വെറുതെ ഒരു പോകുന്നതിനേക്കാൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ളത് പഠിക്കുക, ഭാവിയിൽ ചെയ്യാനുള്ളതിൻ്റെ കോഴ്സ് സൈഡായിട്ട് കൊണ്ടുപോവുക. അങ്ങനെ നല്ല രീതിയിൽ പോകാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറയും മോള് കഥാരചന, കവിതാരചനയൊക്കെ പങ്കെടുക്കാറുണ്ട് പറഞ്ഞു. അതൊക്കെ സ്റ്റേറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടല്ലേ? അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന്. ഞാൻ മലയാളം കഥാരചന, ഉപന്യാസം, പ്രസംഗം, വാർത്താവായന ഇതിലാണ് പങ്കെടുക്കാറുള്ളത്. അതിൽ സ്റ്റേറ്റ് ഫസ്റ്റാണ്. കലോത്സവത്തിൽ സ്റ്റേറ്റിലെ A ഗ്രേഡ് ഉണ്ട്. അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ ഒരു സകലകല വല്ലഭയാണ് ഫാത്തിമ സഫ. അല്ല, നമ്മൾ ചെയ്യുന്ന റിസൾട്ട് ഹാർഡ് വർക്ക് എടുക്കുമ്പോൾ റിസൾട്ട് വരും. അവൾ പഠനത്തിലായാലും പഠനത്തിന്റെ കൂടെ തന്നെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് അവൾ ചെയ്യുന്നുണ്ട്. അതായത് കഥാരചനയായാലും ബാക്കി എന്തായാലും. സോ അതിലും ഇതിലും ഒരേപോലെ മികച്ചതാവാൻ ഫാത്തിമ സഫക്ക് പറ്റിയത് അവൾ ഒരു ഗോൾ ഡിറ്റർമിൻഡ് ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങളും അവളെ പോലെ തന്നെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ വിജയം കിട്ടുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഫാത്തിമ സഫ. സോ ഇനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ അടുത്ത വർഷം എന്ത് ചെയ്യട്ടെ, ഇതേപോലെ എത്തട്ടെ, ഫുൾ മാർക്ക് കിട്ടട്ടെ. എജുപോണിന്റെ വക കൺഗ്രാറ്റുലേഷൻസ്.